ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഞാൻ 4 മാസം മുന്നേ ന്യൂസിലാൻഡിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടുമതിലുമ്പോൾ കയറി കിടക്കുന്ന മുന്തിരിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത് സമ്മറായപ്പോഴേക്കും അതെല്ലാം തളർത്ത് കൊലകൾ വന്നു. ആദ്യം കൊലകളാണ് വന്നത്, എന്നിട്ടാണ് അത് ഇതിൻ്റെ കൂമ്പൊക്കെ പുറത്തേക്ക് വരുന്നത്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 4 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ അതെല്ലാം പഴുത്ത് കൊലകളായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാണ്ടല്ലോ, നിറയെ മുന്തിരി കൊലകളാണ്, എല്ലാം പഴുത്ത് കിടക്കുകയാണ്. ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, കാരണം ഇല കണ്ടമാന ഇലയുണ്ട്. അത് ഇല വകഞ്ഞിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നത്തക്ക രീതിയിൽ വലിയ വലിയ കൊലകൾ നിറയെ കണ്ടോ, നിറയെ ഇത് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, നിറയെ കൊലകളാണ്. ഇതിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. മതിലുമ്മ ഇവിടെ നിന്ന് തുടങ്ങി ആ സൈഡ് വരെ മതിലുമ്മ കയറി കിടക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇല മാത്രമേ കാണാനുള്ളൂ. ഞാനത് ഇതിൻ്റെ ഉള്ളിലുള്ള കൊലകൾ നിങ്ങളെ വകഞ്ഞ് കാണിക്കാം, ഇലയൊക്കെ മാറ്റിയിട്ട് കാണിക്കാം. കണ്ടല്ലോ, വലിയ കൊലകളാണ്, വലിയ കൊലകൾ, നിറയെ കൊലകളാണ്. എല്ലാം പഴുത്ത് കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊന്നും ബാക്കി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഇതൊക്കെ സുലഭമായതുകൊണ്ട് ആൾക്കാർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഇവിടെ മക്കൾക്കാണെങ്കിലും അത്ര താല്പര്യമൊന്നും ഇല്ല. അത് ഞാനത് ഇല വകഞ്ഞു മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വലിയ കൊലകളാണ്. നല്ല നീളമുള്ള നല്ല വലിയ കൊലയും അതുപോലെ ഫ്രൂട്ട്സും. ഇത് നിലത്തൊക്കെ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്, നിലത്തൊക്കെ കാണാനുണ്ട്. ഇതിൽ കുറേ ഇപ്പോൾ ഉണ്ടായി വരുന്നതും ഉണ്ട്. ആ പച്ച കാണുന്നതെല്ലാം ഇപ്പോൾ ഉണ്ടായി വരുന്നതാണ്. കാണാലോ, നിറയെ ഫ്രൂട്ട്സ്, നിറയെ കാണുമ്പോൾ തന്നെ അതിശയം തോന്നും. ഒരു പരിചരണവും ചെയ്യാതെ വെറുതെ മുളച്ച് വന്ന് മതിലുമ്മ കയറി വെറുതെ ഉണ്ടാകുന്നതാണ്. നമ്മളിതിന് വളമോ യാതൊരു പരിചരണവും ചെയ്യുന്നില്ല. വിൻ്ററിൽ ഇതെല്ലാം ഇലയെ കൊഴിഞ്ഞ് തണ്ട് മാത്രമായിട്ട് എടുക്കും. വേനൽക്കാലം ആകുമ്പോൾ ഇതെല്ലാം തളർത്ത്, ആദ്യം ചെറിയ ചെറിയ കൊലകളാണ് വരുന്നത്, അതിന് ശേഷം തളർത്ത് നിറച്ച് ഇതുപോലെ ഫ്രൂട്ടായിട്ട്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇങ്ങനെയാണത്. ഇല മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതെല്ലാം നിറയെ ഫ്രൂട്ട്, നിറയെ ഫ്രൂട്ടാണ്, നിറയെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും. ഇത് ഈ പച്ച കാണുന്നതൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്നതാണ്. ഇത് ഈ പഴുത്തതൊക്കെ പൊട്ടിച്ച് കുറെ കഴിയുമ്പോഴേക്കും അതും പാകമായി വരും. ഇതൊക്കെ നിലത്ത് കിടക്കുന്ന നോക്കി, നിറച്ചുണ്ട് നിലത്ത് കിടക്കുന്നത്. ഇത് ഇല മാറ്റിയില കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇല കണ്ടമാനം വലിയ ഇലകളാണ് ഇതിൻ്റെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കൊലകളാണ്. അത് ഇല വകഞ്ഞ് മാറ്റിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇതിൽ പച്ചയായിട്ട് കിടക്കണതൊന്നും ആയിട്ടില്ല, കുറെ ചെറുതുണ്ട്, അതൊക്കെ ഇപ്പം ഉണ്ടായി വരുന്നതാണ്. കൂട്ടത്തോടെ കിടക്കുന്നതാണ്ട. ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം കാണണമെങ്കിൽ ഇത് ഇങ്ങനെ ഇലയൊക്കെ വകഞ്ഞു മാറ്റി കാണിക്കണം, എന്നാലേ ഇതിൻ്റെ യഥാർത്ഥ കൊലയുടെ വലിപ്പം കാണാൻ പറ്റുള്ളൂ.
ഇതിൻ്റെ ഉള്ളിൽ നിറയെ എങ്ങനെയാ. പിന്നെ ഇവിടെ പാമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. കാട് പിടിച്ച് കിടന്നാലും ന്യൂസിലൻഡിൽ പാമ്പുകൾ ഇഴജന്തുക്കളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കൈയിടാം. ഇതല്ല, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫ്രൂട്ട്സാണ്. പക്ഷെ അത് കാണണമെങ്കിൽ ഇങ്ങനെ ഇലയൊക്കെ വകഞ്ഞു മാറ്റി കാണിക്കണേ. ഈ മുകളിലേക്കൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ഉണ്ട്, നിറച്ച്. ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇല മാറ്റിക്കാട്ടി തരാം. ഉണ്ടല്ലോ, ഇനി മതിലിൻ്റെ പുറം വശം ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ കയറി കിടക്കുന്നുണ്ട്. അതിലും നിറച്ച് ഫ്രൂട്ട്സ് തന്നെയാണ്. ഇതിലും നിറച്ച് ഫ്രൂട്ട്സ് കണ്ട കൊലകളാണ്. ഇതിൽ ഇങ്ങനെ മതിലും ആ സൈഡ് വരെ കയറി കിടക്കുന്നുണ്ട്. ഈ സൈഡിൽ കുറേ കിടക്കുന്നുണ്ട്, അത് കാട്ടിത്തരാം. ഉണ്ടല്ലോ, ഇലയൊക്കെ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞ ഇങ്ങനെ മുകളിൽ നിന്ന് തോട് വരെ കിടക്കണം. സൈഡ് കംപ്ലീറ്റ് എല്ലാം കംപ്ലീറ്റ്. കണ്ടല്ല, തേനിയിലൊക്കെ പോയി കാണുന്ന പോലെയുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ ചോട്ടിലില്ല. നിറയെ മുഴുവൻ അതിന് മാറ്റി കാണിക്കുമ്പോഴേക്കും ഒരുപാട് ലെങ്ത് ആവും വീഡിയോയ്ക്ക്. അത് കാരണം ഞാൻ കുറച്ച് കാണിക്കുന്നുള്ളൂ. എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മതിലുമുള്ള കണ്ട വ്യൂ മൊത്തം ഒന്ന് കാട്ടിത്തരാം. ഇങ്ങനെ ഇങ്ങനെ കയറി കിടക്കുകയാണ്. ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ കയറി കിടക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്ത കൂടുതൽ അറിവുകളും കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.